ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, തമ്മിലടി, കയ്യാങ്കളി ഇത് ഒരു ആഗോള പ്രശ്നമായി മാറുന്നത് അതിശയത്തോടെ നോക്കിക്കണ്ടു. അത് സംഭവം മറ്റൊന്നുമല്ല, ഈ സുവിശേഷകനും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ പ്രഭാഷകനുമായ മാരിയോ ജോസഫും ഭാര്യ ജിജിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അത് പ്രശ്നം കോടതിയിലെത്തി. കാരണം കയ്യാങ്കളി ഉണ്ടായി, ആക്രമണം എന്ന് മാത്രമല്ല, ഭാര്യ വലിയ മദ്യപാനിയാണെന്ന് ഭർത്താവ് പറയുന്നു. ഭർത്താവിന് ഭീകരബന്ധം, തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഭാര്യ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പരസ്പരം ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു. ഇവർ ഇത്രയും കാലം ഈ വലിയ പ്രബോധനങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഇപ്പോഴിങ്ങനെയായി പോയല്ലോ എന്ന് അതിശയം കൂറുന്നു. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെയാകാൻ പറ്റുക, ഇങ്ങനെ തരം താഴാൻ പറ്റുകയെന്ന്, അതും പൊതുജനമധ്യത്തിലേക്ക് വിഴുപ്പലക്കത്തക്ക രീതിയിൽ. അതിലെ ചില വർഗീയ പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഭാര്യയെ തല്ലുന്നത് ഈ മാരിയോ ജോസഫ് മുമ്പ് മുസ്ലിമായിരുന്നു. അങ്ങേരുടെ പേര് സുലൈമാൻ എന്നായിരുന്നു. അപ്പം ഇസ്ലാം മതത്തിൽ പടച്ചവൻ ഭാര്യയ്ക്കിട്ടൊരു തല്ല് കൊടുക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമാക്കിയതാണ്. ഇപ്പം വളരെ വർഷങ്ങളായി ക്രിസ്ത്യാനിയാണെങ്കിലും അത് ഉപബോധ മനസ്സിൽ കിടക്കുന്ന അത് പ്രാവർത്തികമാക്കിയതാണ് എന്നാണ് ഒരു വിഭാഗം നമ്മുടെ ക്രിസംഗി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ശ്രദ്ധേയമായൊരു ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കക്ഷിയുടേതാണ്. അങ്ങേരുടെ ചിരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് കാണേണ്ടതും കേൾക്കേണ്ടതുമാണ്. അപ്പോൾ അങ്ങേര് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയവുമാണ്. അങ്ങേര് പറഞ്ഞത് ഈ ഭാര്യയെ വിദേശത്തേക്ക് വിട്ടിട്ട് ഇവിടെ ഭർത്താവ് എണ്ണയൊക്കെ തേച്ച് മസിലും പെരുപ്പിച്ച് ഇതിലൂടെ നടക്കുന്ന കാണാം ഒരു സമുദായത്തിൻ്റെ, അതായത് ക്രിസ്ത്യാനികളുടെ. നേരെ മറിച്ച് മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അവർ ഭാര്യമാരെ സംരക്ഷിക്കും, ഭർത്താവ് തന്നെ സംരക്ഷിക്കും. പിന്നീട് അവരുടെ മക്കൾ ഗൾഫിലും ഒക്കെ പോയിട്ട് ഇവർ സുൽത്താൻമാരായിട്ട്, അപ്പനും അമ്മയൊക്കെ സുൽത്താനും ഒക്കെ ആയിട്ട് കഴിയുന്നൊരു സ്ഥിതി വരും. അങ്ങനെയാണ് നടക്കുന്നത്. നേരെ മറിച്ച് മറ്റിടത്ത് ഇങ്ങനെയാണ്. അത് ശരിയാണോ പറയുന്നത്? എത്ര കണ്ട് വാസ്തവമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ വിഭാഗങ്ങളിലും ഒരു ജോലി ആർക്കാണോ കിട്ടുന്നത് അവരാണ് പോകുന്നത്. ഭാര്യയ്ക്കാണ് ജോലിക്ക് സാധ്യതയെങ്കിൽ അവർ പോകുന്നു. ഭർത്താവിന് പിന്നെയാണ് പോകാൻ പറ്റുന്നതെങ്കിൽ പിന്നീട് വെയിറ്റ് ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് ഭർത്താവിനാണ് ജോലി സാധ്യതയെങ്കിൽ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജോലി കിട്ടുന്ന ഭർത്താവിനാണെങ്കിൽ ഭർത്താവ് പോകുന്നു, ഭാര്യ ഇവിടെ വർഷങ്ങളോളം കാത്തിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലൊരു വർഗീയമായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ ഇന്നേവരെ ചിന്തിച്ചിട്ടില്ല. വാസ്തവം ഇങ്ങനെ ഇത് പറയുമ്പോഴാണ് അങ്ങനെ ഒരു വർഗീയ ആയിട്ട് തോന്നിയത്. ഇനി ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഈ ഗൾഫിലൊക്കെ പോയി എല്ലാവരും അതുപോലെ പരമാനന്ദമാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ദരിദ്രമായ ജില്ലകളിലൊന്നാണ് മലപ്പുറം, ഇടുക്കി, വയനാട്, മലപ്പുറം. ഈ 3 ജില്ലകളാണ് ഏറ്റവും ദാരിദ്ര്യമുള്ള ജില്ലകൾ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളും ഈ മറ്റ് വിഭാഗങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊന്നും പണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലായിരുന്നു. ഈ രാഷ്ട്രീയക്കാർ നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയും. അവരെ കുറ്റം പറയാനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളും ഓരോന്നും എടുത്തിട്ടാണ് വിഴുപ്പലക്കുന്നത്, മറ്റേ പാർട്ടിക്കാരെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി. മതങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയൊന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴതല്ല. കുറേ വർഷങ്ങളായിട്ടൊരു ഇൻ്റർനെറ്റ് ശക്തിപ്പെട്ടതിന് ശേഷം ഈ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ക്രൈസ്തവരെ ആയിരുന്നു. കാരണം ക്രൈസ്തവർക്ക് തിരിച്ചു പറയാനായിട്ട് അറിവില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പറയാനായിട്ട് ക്രൈസ്തവരും ഇസ്ലാം മതവും ഇസ്ലാം മതത്തെപ്പറ്റിയും ഖുറാനെ പറ്റിയും പ്രവാചകനെ പറ്റിയൊക്കെ പഠിക്കുകയും തിരിച്ചു പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ ഒന്നിങ്ങോട്ട് പറയുമ്പോൾ രണ്ടാങ്ങോട്ട് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് ശരിയാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അന്തരീക്ഷം വിഷലിപ്തമാക്കുന്ന ഇത്തരം പരാമർശങ്ങളും ഇത്തരം യൂട്യൂബുകാരെയും അടിച്ചൊഴിക്കുകയാണ് വേണ്ടത്. വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോഴാണ് ഈ വാക്കുകളാണ് എല്ലാത്തിൻ്റെയും തുടക്കം. വാക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്, പിന്നെയാണ് കയ്യാങ്കളിയിലേക്കും വഴക്കിലേക്കുമൊക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഭിന്നതയുടെയും തുടക്കം. നമ്മളൊക്കെ വിചാരിക്കേണ്ട കാര്യം, കേരളം എന്ന് പറയുന്നത് ഇത്തിരി പോകുന്നൊരു സ്ഥലമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണത്. അത് മറന്നുകൂടാ. നമ്മളിവിടെ കിടന്ന് ഒരുപാടൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം നോക്കി നിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ എന്തായാലും പണ്ട് ഈ ലൂസി കളപ്പുരയ്ക്കലിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ എന്തോ കൊച്ചിയിൽ വഞ്ചി സ്ക്വയറിൽ സമരം നടത്തുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് പീസ് സ്കൂളിൽ നിന്ന് മുസ്ലിം കുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കി ആ സമരത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു മതങ്ങളിലുമൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ ഇടപെടുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ആ ഒരു പ്രവണത ശരിയല്ല, അത് നന്നല്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അല്ലാതെ തന്നെ സഹിഷ്ണുതയും
പിന്നെ ആ രീതിയിൽ കഴിഞ്ഞു പോരുന്ന സമൂഹമാണ് നമ്മൾ. അത് പെട്ടെന്നത് മാറ്റേണ്ട ഒരു കാര്യവും കാണുന്നുമില്ല.